എല്ലാവർക്കും ഒരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. പാപ്പു പതിവ് പോലെ തന്നെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അമ്മ ഇന്ന് എന്താ തുണ്ട്? അപ്പോ എന്തെങ്കിലുമൊക്കെ തുണ്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഈ തുണ്ട് എന്ന് പറയുന്ന സാധനം ഫുഡ് തന്നെയാണ് കേട്ടോ. അവന്റെ ഭാഷയിൽ ഫുഡാണ്. അപ്പൊ എന്റെ കയ്യിൽ കുറെ അവിലും മലരും ഇരിക്കുന്നുണ്ട്. മലര് അറിയില്ലേ? അവിലും മലരും എനിക്ക് കിട്ടിയത് നാട്ടിൽ നിന്നാണ്. നാട്ടിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടും, ഞങ്ങൾക്ക് കുറെ കിട്ടും. അപ്പൊ അതൊന്നും ഞാൻ കുറച്ചധികം ഞാൻ വീടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഇങ്ങനെ വെറുതെ കൊടുത്താലൊന്നും അവരങ്ങനെ കഴിക്കില്ല. അതിൽ കുറച്ച് ശർക്കരയും തേങ്ങാപ്പീടിയൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് കഴിച്ചാലായി. പക്ഷെ ഈ അവിലില് നല്ലപോലെ അയണും ഫൈബറും കാൽഷ്യം പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും കൊടുക്കണ്ടേ. നമുക്ക് പോഹ ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് അവിലും മലരും എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർക്കാൻ വെച്ചു. കുതിർക്കാൻ വെച്ച സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വഴച്ചെടുക്കണം എന്നല്ല, റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് തന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കപ്പലണ്ടി ചേർക്കുക. ഒരു ബൗൾ നിറയെ ഞാൻ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടി അവിലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. നമുക്ക് കിട്ടേണ്ട എല്ലാ പ്രോട്ടീൻസും മിനറൽസും അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അപ്പൊ ഇതൊക്കെ റോസ്റ്റ് ചെയ്തതിന് കൂട്ടത്തിൽ ഹാഫ് സവാള കൂടി ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച് ഈ അവിലും മലരും കൂടെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് പഞ്ചസാര ഇടാം. പഞ്ചസാരന്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം, ബാലൻസ്ഡ് ആയിരിക്കണ്ടേ. അപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ വേവിച്ചതിന് ശേഷം ഹാഫ് ലെമന്റെ നീര് കൂടെ അതിലേക്ക് ഒഴിക്കുക. പിന്നെ നമുക്കിത് സെർവ് ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. എളുപ്പത്തിലായി. ഇനി ഇവരുടെ റിവ്യൂ കൂടെ കേൾക്കണം. അത് നിങ്ങൾ തന്നെ കണ്ടോളൂ. രണ്ടുപേർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നല്ലപോലെ കഴിക്കുകയും ചെയ്തു.